ഇന്ന് ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളിലും ഒരു വാർത്ത വന്നിരുന്നു. ഭൂമി തരംമാറ്റ രേഖ ആവശ്യപ്പെടരുത് എന്നതാണ് തലക്കെട്ട്. കേരളത്തിൽ ഒരുപാട് ആളുകൾ ഭൂമി നിലമായതുകൊണ്ട്, രേഖകളിൽ നിലമായതുകൊണ്ട് തരംമാറ്റത്തിന് വേണ്ടി ഓടി നടക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പലരും ഈ വാർത്ത കാണുമ്പോൾ പുതിയൊരു ഭേദഗതി വന്നതുപോലെയാണ് വിചാരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് നിലവിലുള്ള കാര്യം തന്നെ ഉദ്യോഗസ്ഥർ അനുസരിക്കാത്തതുകൊണ്ട് അവർക്കുള്ള കർശന നിർദ്ദേശമായി സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. നെൽവയൽ തണ്ണീർത്തട നിയമത്തിൻ്റെ വകുപ്പ് 27A(6) കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ ഭൂമിക്കും ബാധകമാണോ എന്ന് ചോദിച്ചാൽ അതെല്ലാ ഭൂമിക്കുമല്ല, വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിക്കാണ്. വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്താണെന്ന് ചോദിച്ചാൽ വില്ലേജ് രേഖകളിൽ, റവന്യൂ രേഖകളിൽ നെൽവയലായോ തണ്ണീർത്തടമായോ രേഖപ്പെടുത്തിയിട്ടുള്ളതും, എന്നാൽ ഡാറ്റാ ബാങ്കിൽ ഈ നിയമത്തിൻ്റെ തന്നെ വകുപ്പ് 5 പ്രകാരം ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടി ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഡാറ്റാ ബാങ്കിൽ നെൽവയലായോ തണ്ണീർത്തടമായോ രേഖപ്പെടുത്താത്തതുമായ ഭൂമിയാണ് അൺനോട്ടിഫൈഡ് ലാൻഡ്, വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്ന് പറയുന്നത്. പഞ്ചായത്തിൽ 10 സെൻറ്റും മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനുകളിൽ 5 സെൻറ്റും വരെയുള്ള വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമികൾക്കാണ്. അത്തരം ഭൂമി കൈവശമുള്ളവർക്ക് ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ അങ്ങനെ ഭൂമി തരംമാറ്റം നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഉദ്യോഗസ്ഥർ അനുസരിക്കാത്തതുകൊണ്ട് അത് വീണ്ടും ഒരു കാര്യമായി ഇറക്കിയിരിക്കുന്നതാണ് പുതിയ ഉത്തരവ്. അത് 10 സെൻറ്റ് വരെയുള്ള ഭൂമിയിൽ 120 സ്ക്വയർ മീറ്റർ വരെയുള്ള വീട്, 5 സെൻറ്റ് വരെയുള്ള ഭൂമിയിൽ 40 സ്ക്വയർ മീറ്റർ വരെയുള്ള വാണിജ്യ നിർമ്മാണങ്ങളും ആകാം എന്നാണ് പറയുന്നത്.